നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ പോർട്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 10th പ്രിലിംസ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പാസ് മാർക്ക് വാങ്ങിക്കാമെന്നുള്ള കാര്യമാണ്. 10th പ്രിലിംസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് 10th പ്രിലിംസ് പാസ്സാകുമെന്ന് പറയുമ്പോഴത്തേക്ക് പല ആസ്പെക്ട്സ് ഉണ്ടല്ലോ അതിന്. അതായത് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് 10th പ്രിലിംസിൽ. അതിൽ നമുക്ക് പ്രധാനമൊന്ന് കരുതുന്നത് സെക്രട്ടേറിയറ്റ് OA എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. സെക്രട്ടേറിയറ്റ് OAയിലെ പോസ്റ്റിലാണ് നമ്മൾ കൂടുതലായിട്ടും ഒരു ഫോക്കസ് കൊടുക്കുന്നത് ഇതിൻ്റെ പ്രിലിംസ് വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിന് എത്ര മാർക്ക് വേണം അത് വിജയിക്കാനെന്നുള്ളത് ഇപ്പോഴേ നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഇതിൽ ഒരു തുടക്കക്കാർക്കാണ് ഈ ഒരു വീഡിയോയുടെ ആവശ്യം എന്ന് പറയുന്നത്. ഒരു പഠിക്കാൻ തുടങ്ങിയ ഒരു വർഷം 1.5 വർഷമൊക്കെ ആയിട്ടുള്ളവർക്ക് പ്രിലിംസ് കടന്നുകൂടുക എന്നുള്ളത് അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യം ആയിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അവർക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ LGSന് ഒരു 60-65 മാർക്ക് വാങ്ങിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് പ്രിലിംസ് കടക്കാനായിട്ട് പ്രത്യേകിച്ചൊരു പഠനത്തിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ LGSൻ്റെ ഏത് ഫേസിലാണെങ്കിലും ഒരു 60-65 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിലിംസിന് വേണ്ടി പ്രത്യേകം പഠനമൊന്നും ആവശ്യമില്ല. LGSന് പഠിച്ച കാര്യങ്ങൾ എന്തോ ആണോ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാര്യം LGSന്റെ സിലബസിനേക്കാളും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു പരീക്ഷയാണ്. ഒരു D ഓപ്ഷൻസ് 4 ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻസ് തന്നിട്ട് ആ 4 ഓപ്ഷൻസിൽ ചിലപ്പോൾ അതിൽ നിന്ന് തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഏതൊക്കെ തെറ്റ്, ഇപ്പോൾ 2ഉം 3ഉം തെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുന്ന ഉത്തരങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ 2ഉം 3ഉം തെറ്റ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അത് എങ്ങനെ വന്നാലും തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് 1940 സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യ ഇന്ന കാര്യം വന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 1940 ഇന്ത്യ സ്വാതന്ത്ര്യം ആയിരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത് അതിനകത്ത്. അപ്പോൾ പ്രിലിംസിന് ഈസി ആയിട്ട് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പ്രിലിംസിന്റെ മാർക്കിന്റെ കൂട്ടത്തിൽ നിങ്ങളുടെ നോർമലൈസേഷൻ ചെയ്യുമല്ലോ. ചിലപ്പോൾ ഒരു 8 തൊട്ട് 12 മാർക്ക് വരെ കൂടുതൽ അവർ ഇട്ട് തരുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് മാർക്ക് വരുമ്പോഴത്തേക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കും കൂടി കഴിഞ്ഞിട്ട് കട്ട് ഓഫിലോട്ട് എത്തിയാൽ മതിയാവും. മനസ്സിലായി? അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ പ്രിലിംസ് നമ്മുടെ LGSന്റെ ഒരു 60-ന് മുകളിൽ മാർക്കുള്ളവർ ഇനി ഒട്ടും പഠിച്ചില്ലെങ്കിൽ തന്നെ അവർ സെക്രട്ടറി OAയുടെയൊക്കെ പ്രിലിംസ് ഓൾറെഡി പാസ്സായിട്ടുണ്ടോ, ഇപ്പം തന്നെ പാസ്സായിട്ടുണ്ടോ, എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഒരിക്കലും അവർക്കൊരു നെഗറ്റീവ് റിസൾട്ട് വരുമെന്ന് തോന്നുന്നില്ല അങ്ങനെയുള്ളവർക്ക്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതിന് LGS എക്സാം ഇല്ലാത്തവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ട്, പ്രിലിംസ് പാസ്സാവുമെന്ന് സംശയമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ മാത്രമല്ല, സെക്രട്ടറി OAയുടെ എക്സാം ഇല്ലാതെ ബാക്കിയുള്ള വേക്കൻസി കുറവുള്ള പോസ്റ്റ് മാത്രം പ്രിലിംസിലുള്ളവരുണ്ടാവും. അപ്പോൾ അവരെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ബുക്സ്, കുഞ്ഞു ബുക്സുകൾ ഉണ്ടാവുമല്ലോ. കുഞ്ഞു ബുക്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അറിയാലോ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് LDCയുടെ സിലബസ് ഒന്നും പഠിക്കേണ്ടി വരില്ല. അതിന് പഠിക്കേണ്ട കൊച്ചു ബുക്കുകളുണ്ടാവും. 10th പ്രിലിംസ് റാങ്ക് ഫയൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ബുക്കുകൾ ഏത് അക്കാഡമിയാണല്ലോ ഇറക്കുന്നത്, ഏത് അക്കാഡമിന്നൊന്നും ഇല്ല, ഇന്ന അക്കാഡമിന്നൊന്നും ഇല്ല. അത് വാങ്ങിച്ചിട്ടൊന്ന് ചുമ്മാ ഒരു 5-6 വട്ടം വായിച്ചു നോക്കിയാൽ മതി. എൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ചിലപ്പോൾ 500 പേജ് കാണും. 500 പേജ് ഒരു വായിച്ചു ഇരിക്കുക, രാവിലെ തൊട്ടൊന്ന് വായിച്ചിട്ട് ഒരു 5-6 വട്ടം അതൊന്ന് ആവർത്തി വായിക്കുക അല്ലേ. പിന്നെ ഇതിന്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലൊക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഒന്ന് പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക. എല്ലാം കൂടി കുത്തിയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. 10th പ്രിലിംസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ ഒന്ന് പറ്റുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കറണ്ട് അഫയേഴ്സ് തന്നെ അത്രത്ത് അങ്ങോട്ട് പാടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നുമല്ല, 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ പഠിക്കുക. ഞാൻ പറഞ്ഞില്ല, ഈ കറണ്ട് അഫയേഴ്സ് ഒന്നും പഠിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ പ്രിലിംസ് കടന്നുകൂടാൻ പറ്റും. സെക്രട്ടറി OAയുടെയൊക്കെ പ്രിലിംസ് കടന്നുകൂടാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു 80 മാർക്കൊക്കെ കിട്ടുവാണെങ്കിൽ, പ്രിലിംസിന് ഒരു 80 മാർക്ക് കിട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു 8-10 മാർക്കോളം നോർമലൈസേഷൻ വഴി നിങ്ങൾക്ക് കൂടി വരും. അതായത് നോർമലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഫൈനൽക്ക് വെച്ച് നോക്കിയതിനേക്കാൾ ഒരു 8-10 മാർക്ക് കൂടുതലായിരിക്കും PSC ഇടുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് കടന്നിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ഈ വീഡിയോ കണ്ടുകൊണ്ടേ എനിക്ക് കട്ട് ഓഫ് കടന്നു വരുമോ എന്നുള്ള രീതിയിൽ. വീഡിയോ കാണുന്ന എല്ലാവർക്കും കട്ട് ഓഫിനേക്കാൾ മുകളിലൂടെ കയറി വരുമോ എന്നുള്ളത്. അങ്ങനെ കടന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമൊന്നുമല്ല ഈ പ്രിലിംസ് കടക്കുക എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അതിനൊന്നും പഠിക്കേണ്ട പോലും ആവശ്യമില്ല ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്. ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ LGSന് ഒരു 60-ന് മുകളിൽ, LDക്ക് ഒരു 50-ന് മുകളിലൊക്കെ മാർക്കുള്ള സ്റ്റുഡൻസ് ഒന്നും
പ്രിലിംസിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അതങ്ങോട്ട് പാസ്സായി വരേണ്ടതാണ്. ഇതിൽ ടഫായിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റുകൾ 6ഓളം പോസ്റ്റുകളുണ്ട് ഇതിന്. ഈ പ്രിലിംസിൽ വരുന്ന 6ഓളം പോസ്റ്റുകളുണ്ട്. ഈ 6ഓളം പോസ്റ്റുകളിൽ ടഫായിട്ടുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾ പ്രിലിംസ് പാസ്സാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ നിങ്ങൾ ഇടുന്നതാണ്. ഇനി 14 ദിവസമാണ് ഫസ്റ്റ് ഫേസിന്. ഡിസംബർ 28 ഫസ്റ്റ് ഫേസ് വരുന്നത്. അപ്പോൾ 14 ദിവസമാണ് ഫസ്റ്റ് ഫേസിന് ബാക്കി നിൽക്കുന്നത് ഏകദേശം. അപ്പോൾ ഒരു ഈ 14 അല്ലെങ്കിൽ 13 ദിവസം അല്ലേ, ഈ 13 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കുമെന്നുള്ള അതിലോട്ടൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായി. അതിലോട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 14 ദിവസം കൊണ്ട് ഇത് എങ്ങനെ തീർക്കും, അല്ലെങ്കിൽ 14 ദിവസം കൊണ്ട് തീരും, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാത്തൊരു പരീക്ഷയാണ്. നമ്മളത് ഒരു റാങ്ക് ഫെയിൽ എടുത്ത് വെക്കുക, അങ്ങോട്ടിരുന്ന് വായിക്കുക. മനസ്സിലായി. 10th പ്രിലിംസിൻ്റെ റാങ്ക് ഫെയിൽ ഉണ്ടെങ്കിൽ എടുത്ത് വായിക്കുക. പിന്നെ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ മാത്സിൻ്റെ ആണെങ്കിലും GK ആണെങ്കിലും ഫുൾ വീഡിയോസ് ഉണ്ടാവും ഒരുപാട് യൂട്യൂബിൽ. അതായത് ഫുൾ വീഡിയോസ്, മാത്സ് ഫുള്ള് വരുന്ന വീഡിയോ, 10th പ്രിലിംസിൻ്റെ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന വീഡിയോ ഒരുപാട് അക്കാഡമീസ് ഉണ്ടാവും. ആ ഒരു വീഡിയോ വരുന്ന 5-6 വട്ടം ആവർത്തിച്ച് കണ്ടാൽ പോലും ഈ കാര്യം അങ്ങോട്ട് നടക്കും. ഈ കാര്യം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യം അങ്ങോട്ട് തീരും. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുമെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴേ മെയിൻസിന് പഠിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങളിനി തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് PSC എങ്കിൽ നിങ്ങൾ പ്രിലിംസ് ഒരു 60 മാർക്കൊക്കെ LGSനുള്ളവരാണെങ്കിൽ 58 മുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ തുടർന്ന് മെയിൻസിന് അങ്ങോട്ട് പഠിച്ചു പോവുക. ഇനി ഇങ്ങോട്ട് ഒരു എക്സാം ബേസ് പഠിക്കേണ്ട. നിങ്ങളൊരു എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോഴത്തേക്ക് അത് പോയി എഴുതാൻ പാകത്തിനാകുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഏതെങ്കിലും ഒരു എക്സാം, ഇപ്പോൾ ഫയർമാൻ്റെ എക്സാമോ CPOയുടെ എക്സാമോ അതിന് മാത്രമായിട്ടൊന്നും പഠിക്കണ്ട. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഫയർമാനും CPO എക്സൈസും കിട്ടുന്നതെല്ലാം അയച്ചിടുക. എന്നിട്ട് നിങ്ങൾ LDയുടെ സിലബസ് വെച്ച് നിങ്ങൾ അങ്ങോട്ട് പഠിച്ചു പോകും. എന്നോടൊരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു ഏത് എക്സാമിന് വേണ്ടി പഠിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോഴായിരിക്കും നമുക്കൊരു സങ്കടങ്ങളൊക്കെ തോന്നുന്നത്. നമുക്ക് വേണ്ട, നമുക്കുള്ള ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ക്വാളിഫിക്കേഷൻ്റെ എക്സാം വെച്ച് പഠിക്കുക. ഇപ്പോൾ 10 ക്വാളിഫിക്കേഷൻ എങ്കിൽ 10th ലെവൽ എക്സാംസിന് വേണ്ടി പഠിക്കുക. ഓക്കെ, അതേപോലെ 12 ക്വാളിഫിക്കേഷൻ എങ്കിൽ 12th ലെവൽ എക്സാമിന് വേണ്ടി പഠിക്കുക. അപ്പോൾ 10th ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വരുന്ന LDC സിലബസ് ആണ്. LDC സിലബസ് പഠിക്കുക. ക്ലിയർ ആണോ? അപ്പോൾ സെക്രട്ടറിയേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ചോദിക്കുന്നവരോടും കൂടിയുള്ള ഉത്തരവാണ്. അപ്പോൾ ആ 10th സിലബസ് 10th ലെവൽ എക്സാമിൻ്റെ സിലബസ് വെച്ച് അങ്ങോട്ട് പഠിക്കുക. 12th ലെവലാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ 12ാം ക്ലാസ് ആണ് എങ്കിൽ നിങ്ങൾ LDയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു. എന്നിട്ട് ഫയർമാനൊക്കെ LDയുടെ സിലബസ് തന്നെയാണ്. ഫയർമാനും എക്സൈസിനും പോലീസിനും ഒക്കെ LDയുടെ സിലബസ് തന്നെയാണ്. ഇതിനെല്ലാം നിങ്ങൾ ആ LDCയുടെ ബുക്ക് വെച്ചോ എന്തോ വെച്ചോ ആണ് നിങ്ങൾ പഠിക്കുക. LDC പഠിച്ചവരാണല്ലോ, നിങ്ങൾക്ക് അറിയാം എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു, ഇല്ലെങ്കിൽ ഇനി എങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്നുള്ള രീതിയിലുള്ള ചിന്താഗതി വെച്ച് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പർട്ടിക്കുലർലി ഇഫ് യു ഫോക്കസിങ് ഓൺ സിംഗിൾ എക്സാം, നിങ്ങൾ പർട്ടിക്കുലറായിട്ട് ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് CPO തന്നെ മതി, അല്ലെങ്കിൽ ഫയർമാൻ തന്നെ മതി, അല്ലെങ്കിൽ എക്സൈസ് തന്നെ മതി എന്നുള്ള സ്റ്റാൻഡിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഫയർഫോഴ്സിൻ്റെ ഇല്ലെങ്കിൽ എക്സൈസിൻ്റെ ഇല്ലെങ്കിൽ പോലീസിൻ്റെ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവും. ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ചു തീർക്കുക. ഓക്കെ, നമ്മൾ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി ഒന്ന് റിവേഴ്സ് ചെയ്യുക. അവസാനത്തെ ദിവസങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ നിൽക്കേണ്ട. കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ് ഈസ് ദ മോസ്റ്റ് വെയ്ഡ് ടോപ്പിക്, മോസ്റ്റ് വെയ്ഡ് ടോപ്പിക്കാണ്. അത് ഒരുപാട് മാർക്ക് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് മാർക്കുള്ളൊരു ടോപ്പിക്ക് അവസാനത്തെ ദിവസം പഠിക്കാമെന്നുള്ളൊരു ചിന്താഗതി വേണ്ട. മാർക്കുള്ള ടോപ്പിക്ക് നമുക്ക് ആദ്യം തന്നെ പഠിച്ചു വെക്കാം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് കൊടുക്കാം. അതൊരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ്. ഓക്കെ, സ്മാർട്ട് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫൈനൽ പോകുമ്പോഴത്തേക്ക് അതൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ പോവാം. ക്ലിയർ ആണോ? അപ്പോൾ കഴിഞ്ഞ പോലീസ് CPOയുടെ റിട്ടേൺ എക്സാമിന് എനിക്കൊരു 69.33 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ എക്സാമിൻ്റെ മാർക്കാണ്. ഫിസിക്കലി ഞാൻ പോയില്ല, എനിക്ക് പേഴ്സണലി ആ ജോബിനോടൊരു താല്പര്യം ഇല്ലായിരുന്നതുകൊണ്ട് ഫിസിക്കലി ഞാൻ പോയില്ല പോലീസിൻ്റെ. അപ്പോൾ എനിക്ക് 69.33 എന്ന് പറഞ്ഞൊരു റാങ്ക് 11 വരാനുള്ള പത്തനംതിട്ട KP3 വരാനുള്ള ഒരു മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആ ഒരു മാർക്ക് ഭയങ്കര കൂടുതലാണെന്നൊന്നും അല്ല പറയുന്നത്. അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. പറയാനായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഒരിക്കലും സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഒരു ബുക്കൊന്നും വാങ്ങിച്ച് പഠിച്ചിട്ടില്ല. എൻ്റെ ബുക്കൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ചത് എല്ലാം വീഡിയോ വെച്ചിട്ടാണ്. ഒരുപാട് നല്ല സാറുമാർ നല്ല വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ വീഡിയോ വെച്ച് പഠിക്കുക. ഓവറായിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കുമ്പോഴും ചെറിയ കൺഫ്യൂഷൻ വരാറുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ബാച്ച് എടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അങ്ങനെ നോക്കിയാൽ മതി സ്പെഷ്യൽ ടോപ്പിക്ക്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് പോയി നമ്മൾ ഈ പറഞ്ഞ 10th മെയിൻസിന് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ സിലബസ് സെക്രട്ടേറിയറ്റ് പോയാണെങ്കിൽ ഒരു LDയുടെ സിലബസ് വെച്ച് പഠിക്കുക. LDയുടെ സിലബസ് വെച്ച് ഇപ്പോഴേ പഠിച്ചു പോവുക. നിങ്ങളൊരു LGSനൊക്കെ 60 മാർക്കൊക്കെ ഉള്ളവരാണ് എങ്കിൽ ഇപ്പോഴേ LDയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു പോവുക. പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കണമെന്നില്ല. കറണ്ട് അഫയേഴ്സൊക്കെ ഒന്ന് പഠിച്ച് പോവുക അതിൻ്റെ ഒപ്പം. ഓക്കെ, അപ്പോൾ പ്രിലിംസ് നിങ്ങൾ ഓൾറെഡി 60 മാർക്ക് LGSനുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പ്രിലിംസ് പാസ്സായി എന്ന് കരുതി തന്നെ പഠിച്ചു പോവുക.
എക്സാം അറ്റൻഡ് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, അങ്ങനെയല്ല. എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായി എന്നുള്ള വിധത്തിൽ തന്നെ ഇപ്പോൾ പഠിച്ചു. അതായത് പ്രിലിംസിന് വേണ്ടി പ്രത്യേകം പഠിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഓൾറെഡി ഇത് പാസ്സാണ് സെക്രട്ടറി ഡോയുടെ ഒക്കെ പ്രിലിംസ്. പിന്നെ വേറെ ഏതെങ്കിലും പോസ്റ്റിൻ്റെ വേക്കൻസി കുറഞ്ഞ പോസ്റ്റിൻ്റെ കാര്യം നമ്മുടെ കയ്യിൽ നിൽക്കുന്നല്ലോ. ഉദാഹരണത്തിന് ചില ഏറ്റവും വേക്കൻസി കുറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനിപ്പോൾ കട്ട് ഓഫ് വരാൻ പോകുന്ന ഒരു 96 ആണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടും വലിയ കാര്യം ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും. കാര്യം അതിൻ്റെ മെയിൻസ് ചെയ്യണം നേരത്തെ മെയിൻസിനും ഈ 6 വേക്കൻസി 5 വേക്കൻസി ഒക്കെ തന്നെ ആയിരിക്കും മെയിൻസിനും. അതിൻ്റെ പ്രിലിംസിന് കട്ട് ഓഫ് 98 ആണെങ്കിൽ അതിൻ്റെ മെയിൻസിന് കട്ട് ഓഫ് ചിലപ്പോൾ ഒരു 86 ആയിരിക്കും മെയിൻസിന് കട്ട് ഓഫ്, ഇല്ലെങ്കിൽ 84 ആയിരിക്കും കട്ട് ഓഫ്. അപ്പോൾ മെയിൻസിൽ നമ്മളിൽ പലരും ആ എക്സാം പോയി തോക്കേണ്ടി വരും. അപ്പോൾ ആ എക്സാം ശരിക്കും പറഞ്ഞാൽ വലിയ പ്രയോജനമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പ്രിലിംസ് തന്നെ ഒരു വണ്ടിക്കൂലി പോക്കാണ്. ശരിക്കും വണ്ടിക്കൂലി പോകുന്നൊരു സാധനമാണ് ഈ പ്രിലിംസ്, അല്ലേ? നമ്മളിപ്പോൾ PSC എക്സാമിന് എല്ലാ ലാഭവും നോക്കണമല്ലോ. അപ്പോൾ സെക്രട്ടറി ഡോയൊക്കെ എഴുതിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാഭമാണത്. ഒരു കട്ട് ഓഫ് ഇപ്പോൾ 70-60 ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നതെങ്കിൽ നമുക്കത് ലാഭമാണ്. കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റത്തില്ല, എങ്കിലും പറഞ്ഞാണ് നമുക്കതൊരു ലാഭമാണ്. കാര്യം നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുള്ളൊരു പരീക്ഷയാണ്. പക്ഷേ ഒരു 3 വേക്കൻസി ഉള്ളൊരു പോസ്റ്റ് നിങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാം. നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കിട്ടും. പഠിച്ചാൽ കിട്ടാത്തതായിട്ട് എക്സാം ഒന്നുമല്ല. അത് നിങ്ങൾ ആ കട്ട് ഓഫ് റേഞ്ച് വന്നില്ല എന്ന് കരുതിയിട്ട് അതിനകത്ത് വലിയ പേടിക്കേണ്ട കാര്യമില്ല. ക്ലിയറാണ്. അത് ആ ഒരു അങ്ങനത്തെ ലെവൽ പോസ്റ്റാണ്. കാര്യം എൻ്റെ മെയിൻസിന് പോലും 3-4 വേക്കൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 10,000 പേര് പഠിക്കുന്നതിൽ വലിയ ലോജിക്കൊന്നുമില്ല. ക്ലിയറാണ്. അതിൻ്റെ കാരണം തന്നെ അതാണ്. ഒരു 3-4 വേക്കൻസിയുള്ള പോസ്റ്റിന് വേണ്ടി പഠിക്കണം എന്നല്ല പറയുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സിലബസ് പഠിച്ചു പോകുക, LD ലെവൽ സിലബസ് പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏതൊരു 12th ലെവൽ മെയിൻസോ 10th ലെവൽ മെയിൻസോ ഒക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്ത് പോകാം. അപ്പോൾ അതിനകത്ത് പിന്നെ നിങ്ങൾ എക്സാം വെച്ച് പഠിക്കുക. ഇപ്പോൾ LGSന് വേണ്ടി പഠിക്കാതിരിക്കുക, എക്സാം വെച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്. ഇപ്പോൾ LGSന് വേണ്ടി പഠിച്ചവർക്കാണ് LGS എക്സാം കഴിഞ്ഞപ്പോൾ ടെൻഷൻ. അല്ലാതെ PSC പഠിക്കുന്നവർക്ക്, PSC മാത്രം എന്നുള്ള രീതിയിൽ പഠിക്കുന്നവർക്ക്, കുറച്ച് നാളിനുള്ളിൽ ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ പഠിക്കുന്നവർക്ക് ഓവറായിട്ട് ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. കാര്യം LGS എക്സാം ഫോക്കസ് ചെയ്യുന്ന ഫുൾ ഫോക്കസ് എന്നുള്ള രീതിയിൽ പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ LGS എക്സാമിന് 2 ദിവസം മുമ്പേ ആയിരുന്നു മ്യൂസിയം അറ്റൻഡൻ്റ് എക്സാം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾ അതും ഒരു എക്സാമായിട്ട് നിങ്ങൾക്ക് കരുതാമായിരുന്നു. ആയിരിക്കും നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ എക്സാംസുകളാണ് PSC. ഒരു പർട്ടിക്കുലർ എക്സാം എന്നുള്ള രീതിയിൽ ചിന്ത വിട്ടിട്ട് നിങ്ങൾ എന്തായാലും PSCയുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പോകും. LD സിലബസിൽ തന്നെ അങ്ങോട്ട് പഠിച്ചു പോകുക. അപ്പോൾ പ്രിലിംസിൻ്റെ കാര്യം നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മാത്സിൻ്റെ കാര്യമാണെങ്കിൽ മാത്സ് നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് ചെയ്ത് നോക്കുക, വീഡിയോസ് കാണുക, അതിൻ്റെ ഒപ്പം ചെയ്ത് നോക്കാം. വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസ് മാത്സിൻ്റെ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വെച്ച് മാത്സ് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് അവൈലബിൾ ആണ്. എവിടെ നിന്നൊക്കെ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. എങ്ങനെ പഠിക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിക്കാം മാത്സൊക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് മാത്രമേ ഉള്ളൂ മാത്സ് അല്ലാതെ. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ഞാൻ പല മുമ്പത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ കറണ്ട് അഫയേഴ്സിന് ഷോർട്ട് കട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണോ ബോറടിക്കാതെ പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ബോറടിക്കരുത് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ. അല്ലാതെ കറണ്ട് അഫയേഴ്സിനകത്ത് വേറെ ഫാക്ട്സ് ഒന്നുമില്ല. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കരുത്, അത്രേ ഉള്ളൂ കറണ്ട് അഫയേഴ്സ്. അല്ല കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് മാർക്ക് കിട്ടുക എന്നുള്ളതല്ല. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കരുത്. അത് ശ്രദ്ധിച്ചോളുക. എന്ത് പഠിക്കുകയാണെങ്കിലും എങ്ങനെ പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ബോറടിക്കരുത് എന്നുള്ളത് പ്രധാനമാണ്. ക്ലിയറാണ്. കറണ്ട് അഫയേഴ്സിന് മാർക്ക് കിട്ടണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. കറണ്ട് അഫയേഴ്സിന് മാർക്ക് കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ പഠനം ഇൻട്രസ്റ്റിംഗ് ആക്കിയില്ലെങ്കിൽ നമ്മൾ പഠിത്തം നിർത്തും. അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ ഒക്കെ വരെയൊക്കെ പഠിക്കണമെങ്കിൽ, എത്രയും കൂടുതൽ നേരം പഠിക്കണമെങ്കിൽ നമുക്ക് പഠനം ബോറടി ആകരുത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പഠിത്തം ബോറടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് പഠനം ബോറടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മടി കാണിക്കാൻ തുടങ്ങും. ഓക്കെ, നമ്മളൊരിക്കലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് നമുക്ക് മടിയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മടി ഇല്ലാത്ത രീതിയിൽ പഠിക്കണമെങ്കിൽ പഠനം രസകരമാക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഫോണാണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും TV ആണെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുന്നതാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും പഠനത്തേക്കാൾ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഠനം രസകരമാക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠനത്തിൽ കണ്ടിന്യൂ ചെയ്ത് എഫേർട്ട് ചെയ്ത് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്രട്ടറി ഓയുടെ ഒരു കോഴ്സ് നമ്മൾ റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടവർ നിങ്ങൾക്ക് മുകളിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും, ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് കോഴ്സ്, ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്കത് എൻറോൾ ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ 10th പ്രിലിംസിനെ കുറിച്ചും 10th മെയിൻസിനെ കുറിച്ചും അതേപോലെ 2015 തുടക്കത്തിൽ വരാവുന്ന എക്സാമിനെ കുറിച്ചും പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം.
ഒരു കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ല് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.